ബഹുമാന്യനായ അധ്യക്ഷൻ, പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ അഷ്റഫ് കല്ലറ, വേദിയിലുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ GP ശരടി, മധു കല്ലറ, ആദിൽ അബ്ദുറഹീം, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, ഏവർക്കും വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിൻ്റെ സ്നേഹോഷ്മളമായ അഭിവാദനങ്ങൾ നേരുകയാണ്. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും UDF-ന്റെ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ജനവിധി കേരളത്തോട് പറയുന്നത് എന്ന ടൈറ്റിലിൽ ആ സന്ദേശം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ പാർട്ടി ഈ പൊതുപരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ അതീവ ഗൗരവപൂർണമായ ചില വിഷയങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ വെൽഫെയർ പാർട്ടി അഭിമുഖീകരിച്ചത്. ആ ആശയങ്ങളും ഉന്നയിച്ച വിഷയങ്ങളും ജനമേറ്റെടുക്കുകയും കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിന്, CPM-ന് അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ശ്രദ്ധേയമായ ജനവിധി കേരളത്തിൽ രൂപപ്പെടുകയും ചെയ്തു. തുടർന്നുണ്ടായ ഗവൺമെന്റിന് ക്രിയാത്മകമായ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നതോടൊപ്പം ജനവിധിയുടെ സന്ദേശങ്ങളും കേരളത്തിന്റെ ജനകീയമായ താൽപര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവൺമെന്റിന് മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ഒത്തുകൂടൽ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ക്രിയാത്മകമായ എല്ലാ പിന്തുണയും വെൽഫെയർ പാർട്ടി പുതിയ ഗവൺമെന്റിന് പ്രഖ്യാപിക്കുകയാണ്. ഈ ജനവിധി എന്ത് സന്ദേശമാണ് കേരളത്തിന് നൽകുന്നത്? കേവലം ഒരു ഭരണവിരുദ്ധ വികാരം, ഗവൺമെന്റിനേറ്റ തിരിച്ചടി എന്നതിനേക്കാളെല്ലാം ഉപരി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്, കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ്, CPM പാർട്ടിയും കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പും വിഭാഗീയതയും അകൽച്ചയും സൃഷ്ടിച്ചതിന്റെ അതിശക്തമായ തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിക്കൊണ്ട്, തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിനോ CPM-ന് തിരിച്ചടി ഉണ്ടാകാനുണ്ടായ സാഹചര്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് പുതിയ സമീപനം സ്വീകരിക്കാൻ കേരള ജനതക്കും ഗവൺമെന്റിനും കഴിയണമെന്നാണ്
വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രത്യേകമായ രാഷ്ട്രീയ ആശയങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് നിശ്ചിതമായ വിഷയങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നിലപാട് സ്വീകരിച്ചത്. കഴിഞ്ഞ 10 വർഷം, വിശേഷിച്ചും രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ 5 വർഷം വിദ്വേഷ പ്രചാരകരും വിഭാഗീയ പ്രവണതകൾ നട്ടുവളർത്തുന്നവരും തിമിർത്താടിയ കാലമായിരുന്നു. മതസമൂഹങ്ങൾക്കിടയിൽ, സമുദായങ്ങൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ പലരും ശ്രമിച്ചു. അതിന് പിന്തുണ നൽകിക്കൊണ്ട് ഗവൺമെന്റ് സമീപനം സ്വീകരിച്ചു. വിദ്വേഷ പ്രചാരകരെ ചേർത്ത് പിടിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സമീപനം കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചു. വെൽഫെയർ പാർട്ടി അത്തരമൊരു അന്തരീക്ഷത്തെ അതിശക്തമായി കേരളത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടി. അതിന്റെ അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഒരു തുടർഭരണമുണ്ടായാൽ ഈ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന് അടിവരയിടുന്നവരായി കേരള ജനത മാറുമെന്ന തിരിച്ചറിവ് അതിശക്തമായി കേരളത്തിന് പകർന്നു കൊടുത്തു. ജനമത് സ്വീകരിച്ചു. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് പല സർവേ ഫലങ്ങളും പ്രവചിച്ചതിനെ അടിച്ചു തകർത്തുകൊണ്ട് വലിയൊരു മുന്നേറ്റം UDF നേടാൻ സാധിച്ചു. ഇത് ഒരു ആത്മവിമർശന സ്വഭാവത്തിൽ തിരിച്ചറിയാൻ CPM കഴിയുന്നുണ്ടോ എന്നാണ് കേരളം ചോദിക്കുന്ന ചോദ്യം. ആ തിരിച്ചറിവ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലായിരിക്കും അവർക്ക് പോകേണ്ടി വരിക എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. CPM വിതച്ച വിദ്വേഷത്തിന്റെ വിഷവിത്ത് കൊയ്തെടുത്തത് BJP ആണ്. CPMന്റെ 3 സിറ്റിംഗ് സീറ്റുകൾ നമ്മൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവിടങ്ങളിൽ BJP വിജയിച്ചു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷം CPM കേരളത്തിന്റെ മതസൗഹാർദ്ദ മണ്ണിൽ വിതച്ച വിദ്വേഷത്തിന്റെ വിഷവിത്ത് അതിന്റെ ഫലം കൊയ്തെടുക്കുകയായിരുന്നു BJP ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതീവ ഗൗരവത്തോടുകൂടെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന്റെ ഭാഗമായി BJPയുടെ വിജയം നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം അതേതെങ്കിലും ഒരു പാർട്ടിയുടെ വിജയമായി ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ നിഗമനമാണ്. സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തെ വിജയിപ്പിച്ചെടുത്തുകൊണ്ട് അപകടകരമായ സ്വഭാവത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ മാറ്റിയെടുത്തതുപോലെ, ഇന്ത്യ രാജ്യത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ കേരളത്തിലും അത്തരമൊരു നീക്കം കൊണ്ടുവരാനുള്ള തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന തിരിച്ചറിവോടെ അതീവ ജാഗ്രതയോടുകൂടെ BJPയുടെ വിജയത്തെ വിലയിരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിനെ പ്രതിരോധിക്കാൻ, വളർച്ചയെ തടയാൻ വിശാലമായ മതനിരപേക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കാനും വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ സംഘപരിവാറിന്റെ മതവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ കേരള ജനതയ്ക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്.
ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിക്കൊണ്ട് എന്ത് നിഗമനങ്ങളിലാണ് ഇടതുപക്ഷം എത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്നലെ CPM-ന് ഏറ്റവും വേരുള്ള ഒരുപക്ഷെ അതിശക്തമായ തിരിച്ചടി ഏറ്റ കണ്ണൂർ ജില്ലയുടെ പാർട്ടി സെക്രട്ടറി KK രാഗേഷ് തിരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ അതിനടിവരയിട്ട് അംഗീകരിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ സംഭവിച്ചത് എന്ന് മതം പറഞ്ഞ് പള്ളി പറഞ്ഞ് പലതും പറഞ്ഞ് വോട്ട് പിടിക്കുകയായിരുന്നു ചെയ്തത്. എന്ന് പറഞ്ഞാൽ പരാജയത്തിൽ നിന്ന് CPM പാഠം പഠിക്കുന്നതിന് പകരം കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ നാട്ടക്കുറിയായി നിർത്തി തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ വിശകലനം ചെയ്തിട്ട് വിഭാഗീയത പടർത്താനുള്ള നീക്കമാണ് തുടരുന്നതെങ്കിൽ പഠിപ്പിച്ച പാഠം കൊണ്ട് CPM തിരുത്തുന്നതില്ലെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഇനിയും CPM കാത്തിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ അങ്ങനെ വിലയിരുത്തുന്നത്? കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിന്റെ കള്ളിയിലൊതുക്കാതെ മതനിരപേക്ഷ സമൂഹം, ജനാധിപത്യ കേരളം, കേരളത്തിന്റെ കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ ഭരണത്തെ വിലയിരുത്തി ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ അതിശക്തമായി വിലയിരുത്തി RSSന്റെ നരേറ്റീവുകളെ ഏറ്റെടുത്തുകൊണ്ട് സമുദായങ്ങൾക്കിടയിൽ, മതസമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നിലപാടിനെ അതിശക്തമായി പ്രതിരോധിക്കാൻ കേരളം തീരുമാനിച്ചു. അവരുടെ ഏറ്റവും വലിയ അവകാശമായ സമ്മതിദാന അവകാശത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തിരിച്ചടി നൽകാൻ തീരുമാനിച്ചു. അതിനെ അതേ ഗൗരവത്തിൽ വിലയിരുത്തുന്നതിന് പകരം കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ വർഗീയമായി ചിത്രീകരിച്ച് ന്യൂനപക്ഷ വർഗീയതയുടെ തിമിർത്താടിയ റിസൾട്ടായിരുന്നു ഇത് എന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നതെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് കേരളത്തെ നിങ്ങൾ നയിക്കുക. വളരെ ഗൗരവത്തിൽ അത് കാണാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. കണ്ണൂരിലെ തന്നെ റിസൾട്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറി വിലയിരുത്തണം. പയ്യന്നൂരിലെ, അതേപോലെ തന്നെ തളിപ്പറമ്പിലെ വിവിധ മണ്ഡലങ്ങളിലൂടെ പരിശോധിച്ചാൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഒരു ഭാഗത്ത് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായ അതിശക്തമായ പ്രതിഷേധം, മറുഭാഗത്ത് പാർട്ടി എന്ന നിലക്ക് CPM തന്നെ സ്വീകരിച്ച രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ട് ഉൾപ്പെടെ കൈകാര്യം ചെയ്തതിലുണ്ടായ വലിയ അതൃപ്തി, ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ജനം തിരിച്ചടി നൽകി. വി കുഞ്ഞികൃഷ്ണനെ 8,000-ഓളം വോട്ടുകൾക്ക് ഭൂരിപക്ഷം നൽകി പയ്യന്നൂര് വിജയിപ്പിച്ചു. 50,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ച ഒരു മണ്ഡലത്തെ ജനം പാഠം പഠിപ്പിക്കാൻ വേണ്ടി CPM-നെതിരെ വോട്ട് ചെയ്തു.
പ്രവർത്തകർ നേതൃത്വത്തെ തിരുത്താൻ തീരുമാനിച്ചാൽ അത് കൃത്യതയോടുകൂടെ മനസ്സിലാക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും ന്യായം പറഞ്ഞ് രക്ഷപ്പെടാനാണ് CPM ശ്രമം നടത്തുന്നതെങ്കിൽ ഒരു മാറ്റവും അവർക്കുണ്ടാകുകയില്ല എന്നതിന്റെ സൂചന കൂടിയാണത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതേപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, പിന്നീടുണ്ടായ നിരവധി ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം പല രീതിയിൽ ഈ പാഠം കേരള ജനത CPM-നെ പഠിപ്പിച്ചു. വെൽഫെയർ പാർട്ടി അതിശക്തമായി ഈ വിഷയം കേരളത്തോട് പറഞ്ഞു. അപ്പോഴവർ ചെയ്തെന്താ? വെൽഫെയർ പാർട്ടിയെ മാട്ടക്കുറിയാക്കി നിർത്തി ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചു. CPM-ന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ച പാർട്ടിയല്ല വെൽഫെയർ പാർട്ടി എന്നൊരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. CPM ഇറക്കിയ എല്ലാ തിട്ടൂരങ്ങളും ജനം പുച്ഛിച്ചു തള്ളി. വെൽഫെയർ പാർട്ടിക്കെതിരായ ആരോപണങ്ങളെ അവജ്ഞയോടെ വലിച്ചെറിഞ്ഞു. അതാണ് കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. വലിയ റിസൾട്ടോ വെൽഫെയർ പാർട്ടി പിന്തുണച്ച UDF-ന് കേരളം നൽകുന്നു എന്നതിന്റെ അർത്ഥം CPM വെൽഫെയർ പാർട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അവജ്ഞയോടെ കേരള ജനത പുച്ഛിച്ചു തള്ളി എന്നതിന്റെ ശക്തമായ സൂചനയാണ്. ഇപ്പൊ ജില്ലാ കമ്മിറ്റികളിൽ നിന്നൊക്കെ വിലയിരുത്തൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അവരെല്ലാം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ കാരണത്തെക്കുറിച്ചാണ്. പക്ഷെ അതിലെല്ലാം രസകരമായൊരു കാര്യം, പത്രസമ്മേളനത്തില് ഭാഷ ശരിയായില്ല. പാർട്ടി സെക്രട്ടറിയോട് മകൻ തന്നെ പറഞ്ഞത്രേ, താങ്കളുടെ പത്രസമ്മേളനം ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഭാഷ ശരിയാക്കിയത് കൊണ്ടോ ബോഡി ലാംഗ്വേജ് ശരിപ്പെടുത്തിയത് കൊണ്ടോ രക്ഷപ്പെടാൻ കഴിയുന്ന ചുഴിയിലല്ല CPM പെട്ടിരിക്കുന്നത്. ബോഡി ലാംഗ്വേജ് അല്ല നിങ്ങൾ ശരിയാക്കേണ്ടത്, കണ്ടന്റ് തന്നെ തിരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ നിലനിൽക്കാനുള്ള അർഹതയുണ്ടാകുകയുള്ളൂ. കാരണം കഴിഞ്ഞ 10 വർഷം CPM നടത്തിയ പ്രസ്താവനകൾ, അവരുന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ, അവരുയർത്തിയ ചർച്ചകൾ, അതിന്റെ കണ്ടന്റുകൾ പരിശോധിച്ചാൽ അതെല്ലാം ഇസ്ലാമോഫോബിയയും മുസ്ലിം സംഘടനകളെ മാട്ടക്കുറിയായി നിർത്തി ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് വോട്ട് ബാങ്കിന് വേണ്ടി ചിലരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളെ അതീവ ഗൗരവത്തിൽ വിലയിരുത്തിക്കൊണ്ട് സമീപനങ്ങളിൽ നയനിലപാടുകൾ തിരുത്താൻ CPM തയ്യാറാകുന്നില്ലെങ്കിൽ പാർട്ടി എന്ന നിലക്ക് നിലനിൽക്കാനുള്ള അർഹത പോലും ചോദ്യം ചെയ്യപ്പെടും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ജനവിധിയെ ന്യൂനപക്ഷ വർഗീയതയുടെ തിമിർത്താട്ടമെന്ന കണ്ടന്റ് വെച്ചുകൊണ്ട് വിശകലനം ചെയ്താൽ എരുചട്ടിയിൽ നിന്ന് വറുതിയിലേക്കുള്ള യാത്രയായിരിക്കും CPM-നുണ്ടാകുക എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. തീർച്ചയായും കേരളത്തിലെ സാമാന്യ ജനം മനസ്സിലാക്കിയ വസ്തുതകളെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് വോട്ട് വിനിയോഗിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു.
എന്നതാണ് CPM സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിഭാഗീയ വിദ്വേഷ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂട്ടായി നടത്താൻ നമുക്ക് സാധിക്കണം. UDF ഗവൺമെന്റിനോട് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് CPM കേരളത്തിൽ ശ്രമിച്ച വിദ്വേഷ വിഷവിത്ത് പാകി മുളപ്പിക്കുന്ന സമുദായ നേതാക്കന്മാരെ ഉൾപ്പെടെ സ്വീകരിച്ചാനയിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ച പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മതനിരപേക്ഷ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. CPM പറഞ്ഞത് BJP ഏറ്റെടുക്കുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ച മുതൽ BJP നേതാക്കന്മാർ ഉയർത്തിയ വിഷയങ്ങൾ പരിശോധിച്ചാൽ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ അങ്ങനെ തന്നെ ആവർത്തിക്കുകയാണ് അവർ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ UDF-നെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാരാ പറഞ്ഞു തുടങ്ങിയത്? CPM പറഞ്ഞു. ഇടതുപക്ഷ നേതാക്കൾ നിരന്തരം ജനങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ജനമതെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളി. UDF ജയിച്ചാൽ മാറാട് കലാപമുണ്ടാകുമെന്ന് ആദ്യം CPM പറഞ്ഞു. ഇപ്പോൾ അത് BJP ഏറ്റെടുക്കുന്നു. എന്തിനാണ് കൂട്ടരെ ഇങ്ങനെ പറയുന്നത്? ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം വർത്തമാനങ്ങൾ CPM ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അത് അപകടകരമായ സ്വഭാവത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തെ സ്വാധീനിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മളോട് പറയുകയാണ്. അതുകൊണ്ടാണ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 3 മണ്ഡലങ്ങൾ, സമുന്നതരായ നേതാക്കന്മാർ മത്സരിച്ച മണ്ഡലങ്ങൾ, നിലവിലെ മന്ത്രിയും മുൻ മന്ത്രിയുമൊക്കെ മത്സരിച്ച CPM-ന്റെ കേന്ദ്രങ്ങൾ കയ്യിൽ നിന്ന് പോയത് BJP-യിലേക്ക് മറിഞ്ഞത് എന്ന് തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. CPM-ന്റെ അടികളിൽ വരെ അവർ നടത്തുന്ന പ്രചരണങ്ങൾ സ്വാധീനം ചെലുത്തുക. ഈ ഡോസ് കുറഞ്ഞ മരുന്ന് കുടിച്ച് ആ കാപ്സ്യൂള് കഴിച്ച് CPM-കാർക്കരെ മനസ്സിലായി, ഇനി ഈ കാപ്സ്യൂൾ ഉണ്ടെന്നും കാര്യമില്ല. BJP-ക്ക് ജയസാധ്യതയുള്ളിടത്ത് ഡോസ് കൂടിയ കാപ്സ്യൂൾ ഇറക്കുന്ന BJP-ക്ക് വോട്ട് കെടുക്കലാണ് നല്ലത് എന്ന് ധരിച്ചപ്പോഴാണ് CPM-ന്റെ കയ്യിൽ നിന്ന് ഈ 3 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു പോയത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്കത് തിരിച്ചു പിടിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ആ സ്വഭാവത്തിൽ നഷ്ടപ്പെട്ടതാണ്. നമ്മൾ അന്ന് തന്നെ പറഞ്ഞു, BJP ജയസാധ്യത കാണുന്ന മണ്ഡലങ്ങളിൽ, വാർഡുകളിൽ, ഡിവിഷനുകളിൽ കുറഞ്ഞ വോട്ട് BJP ഇതരക്ക് വിജയിക്കാനുള്ള ഇടങ്ങൾ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ 15,000 വരെ വോട്ടുണ്ടെങ്കിലേ ഒരു ഡിവിഷൻ രൂപപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപകടകരമായ സ്വഭാവത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നീക്കുപോക്കുകളും ഡീലുകളും CPM-ഉം BJP-യും ഉണ്ടാക്കിയതിന്റെ അനിവാര്യ ദുരന്തമാണ് ഈ കോർപ്പറേഷൻ BJP-യുടെ കൈകളിലേക്ക് എത്തിയത്. അതീവ ഗൗരവത്തോടെ നമ്മൾ ഇത് കാണണം.
അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് RSSന്റെ നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതി സ്വീകരിച്ചു. KKG സെന്ററിൽ നിന്ന് പകരം മാരാർജി ഭവനിൽ നിന്ന് കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന അവസ്ഥയോളം എത്തി കാര്യങ്ങൾ. പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടിടപെട്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയതാണ് തന്നെ എന്ന് മുൻമന്ത്രിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ സ്ഥാനാർത്ഥിയുമായ സുനിൽകുമാർ പ്രഖ്യാപിച്ചു. BJPയുടെ വിജയം അങ്ങനെയാണ് അവിടെ ഉണ്ടായത് എന്ന് ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ പലയിടങ്ങളിലും അത്തരം നിരവധി വിഷയങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഞങ്ങളത് സൂചിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അതിനെയെല്ലാം തള്ളിപ്പറയുകയും വീണ്ടും വീണ്ടും അപകടകരമായ വിദ്വേഷ രാഷ്ട്രീയത്തിലേക്ക് പോകുകയും ചെയ്തു. അതുകൊണ്ട് കേരളീയ സമൂഹത്തോട് വെൽഫെയർ പാർട്ടിക്ക് വളരെ ഗൗരവത്തിൽ പറയാനുള്ള കാര്യം, ഈ നാടിന്റെ നിലനിൽപ്പ് സൗഹാർദ്ദ അന്തരീക്ഷത്തിലും സാമൂഹികമായ ഇഴയെടുപ്പത്തിലുമാണ് നിലനിൽക്കുക. ഭിന്നിപ്പ്, വിദ്വേഷ പ്രചരണങ്ങൾ, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. തിരുവനന്തപുരം ജില്ലയിലെ ജനാധിപത്യ വിശ്വാസികളായ പൗരസമൂഹത്തിന് കൂടുതൽ ബാധ്യതയുണ്ട്. കാരണം പല കുതന്ത്രങ്ങളിലൂടെ BJP വിജയിച്ചു വന്ന മണ്ഡലങ്ങളിൽ 2 കോർപ്പറേഷനും തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് അതിനെ പരാജയപ്പെടുത്താൻ വരുന്ന ഇലക്ഷനുകളിൽ BJPയെ പരാജയപ്പെടുത്താനുള്ള വിശാലമായ മതനിരപേക്ഷ ജനാധിപത്യ ഐക്യനിര കെട്ടിപ്പടുക്കാൻ കഴിയണമെന്ന് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ഗവൺമെന്റിനെ വിലയിരുത്തിയാൽ സാമൂഹ്യനീതി ചോദ്യം ചെയ്യപ്പെട്ട നിരവധിയായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിവിധ ജനവിഭാഗങ്ങൾ, പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങൾ, ദളിത് ആദിവാസി സമൂഹങ്ങൾ, അർഹതപ്പെട്ട പല ആനുകൂല്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. വിദ്യാഭ്യാസ സഹായങ്ങൾ മുതൽ ഈ ഗ്രാന്റ് വരെ പ്രതിസന്ധി നേരിട്ടു. കേരളത്തിലുടനീളം ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ, ആദിവാസി സംഘടനകൾ CPM-നെതിരെ, ഇടതുപക്ഷത്തിനെതിരെ നിലപാട് സ്വീകരിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രതീക്ഷിച്ചതിന് വിപരീതമായി CPM സ്വീകരിച്ച നിലപാടുകൾ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കെതിരായിരുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അനവധി ദളിത് ആദിവാസി സംഘടനകൾ ഇടതുപക്ഷത്തിനെതിരെ രംഗത്ത് വന്നത്. EWS സാമ്പത്തിക സംവരണത്തിന് അതിവേഗം നിയമനിർമ്മാണത്തിന് വഴിയൊരുക്കിയ സംസ്ഥാനമായി കേരളം മാറി. കേന്ദ്ര ഗവൺമെന്റിനും മുമ്പേ ചില മേഖലകളിൽ EWS നടപ്പിലാക്കാൻ CPM ശ്രമിച്ചു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശ പോരാട്ടത്തിന്റെ ചരിത്രപരമായ വഴിയായി ഇന്ത്യൻ ഭരണഘടന നൽകിയ സംവരണാവകാശങ്ങളെ റദ്ദു ചെയ്യാൻ BJP ശ്രമിച്ചപ്പോൾ പ്രതിരോധം തീർക്കുന്നതിന് പകരം പിന്തിരിപ്പനാശയങ്ങളുമായി അതിനെ പിന്തുണക്കാനാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രമിച്ചത്. സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ വിധി എഴുതി. അതിന്റെ കൂടി റിസൾട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ജനകീയ സമരങ്ങളെ അവഗണിച്ചു.
കേരളത്തിലുടനീളം വലിയ സമര പോരാട്ടമായി കേരളത്തിനെതിരെ ജനം രംഗത്ത് വന്നു. സ്പീഡിൽ പോകാൻ ആർക്കും ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് CPM കൊണ്ടുവന്ന കേരയിൽ പദ്ധതി കേരളത്തിന്റെ പാരിസ്ഥിതിക മേഖലയിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് ജനം വളരെ ശക്തമായി പഠിച്ചു. 300 കിലോമീറ്റർ നീളത്തിൽ 30 അടി ഉയരത്തിൽ മതിലുകളും മറ്റുമൊക്കെയായി കേരളത്തെ തന്നെ രണ്ടായി മുറിക്കുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി. സാമ്പത്തികമായ സാധ്യത പഠിച്ചില്ല, പാരിസ്ഥിതികമായ ആഘാതങ്ങൾ എത്രത്തോളം ഉണ്ടാകുമെന്ന് പഠിച്ചില്ല. ജനങ്ങൾ സമരരംഗത്തിറങ്ങി. വെൽഫെയർ പാർട്ടി പ്രവർത്തകരുൾപ്പെടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളിന്റെ ഇരകൾക്കൊപ്പം പോരാട്ടത്തിനിറങ്ങി. എന്താ CPM ചെയ്തത്? തല്ലിച്ചതച്ചു, കേസുകളെടുത്തു, അതിശക്തമായി നേരിട്ടു. ഇടയ്ക്കിടെ മുഖ്യമന്ത്രി പറഞ്ഞു, കേരളയിൽ വരും കേട്ടോ. പാർട്ടി സെക്രട്ടറി അപ്പം കൊട്ടയിലാക്കി കച്ചവടം ചെയ്യാൻ വരുന്ന സഹോദരിമാരെ കുറിച്ച് സംസാരിച്ചു. പെട്ടെന്ന് വന്നു പോകാം, ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു മഞ്ഞ കുറ്റി നാട്ടിയിട്ട് കേരള ജനതയെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചു. ജനകീയ സമരങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പോലീസിനെ ഉപയോഗിച്ച് തല്ലി തകർക്കാൻ CPM തീരുമാനിച്ചു. ജനം അതിന് അതിശക്തമായ തിരിച്ചടി കൊടുത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനകീയ സമരങ്ങളെ തല്ലിയൊതുക്കാൻ തീരുമാനിച്ച CPM-ന് കൊടുത്ത തിരിച്ചടിയായിരുന്നു തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് നമുക്ക് കാണാം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കേരള പ്രൊജക്ട് സമ്പൂർണമായി റദ്ദു ചെയ്തിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടി അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആയിരക്കണക്കായ കുടുംബങ്ങൾ അവരുടെ ഭൂമി വീട് വെക്കാൻ പോലും കഴിയാതെ, പ്ലാൻ പാസാക്കാൻ പോലും കഴിയാതെ പ്രയാസങ്ങളോടെ കഴിഞ്ഞുകൂടുമ്പോൾ കേരളയിൽ എന്ന് പറയുന്ന പദ്ധതി ഒരു ഡ്രാക്കുളയായി CPM സൃഷ്ടിച്ചത് കേരളത്തിലെ അനവധി കുടുംബങ്ങളുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനാശ്വാസമായി ഗവൺമെന്റ് സ്വീകരിച്ച സമീപനത്തെ ഹൃദയപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളാരും വികസനത്തിനെതിരല്ല. ഏത് വികസന പദ്ധതി വരുമ്പോഴും കേരളത്തിന്റെ ജനതയുടെ ജീവിതാവസ്ഥ എന്ത്, പാരിസ്ഥിതികമായ സാഹചര്യങ്ങൾ എന്ത്, സാമ്പത്തികമായ ചുറ്റുപാടുകൾ എന്ത്, എത്ര ഭൂമിയാണ് എടുക്കേണ്ടി വരിക, എന്തെല്ലാം പ്രതിസന്ധികളാണ് അതിനുണ്ടാകുക, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ മുഖ്യമന്ത്രി ഉൾപ്പെടെ പലരോടും പറഞ്ഞു. CPM-ന് മനസ്സിലായില്ല. ഇടതുപക്ഷം അഹങ്കാരത്തോടെ ദാഷ്ട്യത്തോടെ അതുമായി മുന്നോട്ട് പോയി. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഇനി വീട്ടിൽ പോയിരിക്കാൻ കേരളം അവരോട് പറഞ്ഞു. അതാണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയണം. ജനങ്ങളുടെ തീരുമാനം, സാധാരണക്കാരന്റെ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരുടെ കൂടെയാണ് ഉണ്ടാകുന്നത്. എല്ലാ ഗവൺമെന്റുകളും അത് മനസ്സിലാക്കണമെന്ന് കൂടിയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആശാവർക്കർമാരായ തൊഴിലാളികൾ അവർ സമരരംഗത്തെത്തി ചെറിയ വരുമാന വർധനവ് ചോദിച്ചു. എന്തൊക്കെയാ അവർ പറഞ്ഞു? ഇത് സമരാഭാസമാണ്, പിന്നിൽ മറ്റു ചിലരാണ്, തീവ്രവാദികളാണ്, വെൽഫെയർ പാർട്ടിക്കാരാണ്.
ഒരു കാര്യം അതീവ ഗൗരവത്തിൽ CPM നേതാക്കളോട് സൂചിപ്പിക്കുകയാണ്. സമരങ്ങൾ ചെയ്യാൻ AKG സെന്ററിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ട് സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് വരുന്ന കാലം കഴിഞ്ഞു. സഖാക്കളെ, തിരിച്ചറിയുന്നത് നല്ലതാണ്. ആശാവർക്കർമാർ അവരുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നടത്തിയ സമരത്തെ എങ്ങനെയാണ് CPM കണ്ടത്? എന്തെല്ലാം കുപ്രചരണങ്ങളാണ് CITU നേതാക്കന്മാരുൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ ആ സമരപ്രവർത്തകർക്കെതിരെ നടത്തിയത്? വളരെ ആത്മവിശ്വാസത്തോടെ അവരുടെ കൂടെ നിന്ന വെൽഫെയർ പാർട്ടി എന്ന പ്രസ്ഥാനത്തിന്റെ പേരിൽ ഞാൻ പറയുകയാണ്, ആ പിന്തുണക്ക് കേരളം നൽകിയ വലിയ റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. കേരളം അത് ആഗ്രഹിച്ചു. ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരത്തിന് വരുന്നവരെ കൈകാര്യം ചെയ്യാൻ ആര് തീരുമാനിച്ചാലും അതിനെതിരെ വിധി എഴുതാൻ പ്രബുദ്ധ കേരളത്തിന് കെൽപ്പുണ്ട് എന്ന സൂചനയാണ് ഈ റിസൾട്ട് നമുക്ക് നൽകുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ 3000 രൂപ അധികമായി ശമ്പളത്തിൽ നൽകിക്കൊണ്ട് ആശ്വാസകരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിയോട് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്, ആശാസമരം കേരളത്തിന്റെ ഏറ്റവും താഴെക്കിടയിലുള്ള സാധാരണക്കാരന്റെ ആവശ്യവും ആഗ്രഹവും നിറവേറ്റാനുള്ള പോരാട്ടമായിരുന്നു. ഘട്ടം ഘട്ടമായി അവരാഗ്രഹിച്ച 21,000 രൂപ മാസവരുമാനം എന്ന നിലയിലേക്ക് എത്തിക്കാൻ താങ്കൾ ശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ന്യായമായ ആവശ്യം, ആ ആവശ്യത്തിലേക്ക് എത്തിക്കാൻ, ആ റേഞ്ചിലേക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ UDF-ന്റെ ഗവൺമെന്റിന് കഴിയണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇത്രമേൽ ഗൗരവപ്പെട്ട പല ആശയങ്ങളും നമ്മളോട് സംസാരിക്കുകയാണ്. ഈ നാടിന്റെ റിസൾട്ട് നാടിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ നിരവധി കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ ഗൗരവത്തിൽ വിശകലനം ചെയ്യുകയും ഈ നാടിന്റെ ഭാവി മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഇടപെടലുകൾ നിരന്തരം നടത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനുള്ള വഴികളെ കുറിച്ച് അതീവ ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഇന്ത്യയിൽ കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന വെസ്റ്റ് ബംഗാള് BJP-യുടെ കൈകളിലേക്ക് എത്തി. ഇന്ത്യയിലെ ആശയപരമായും പോരാട്ടങ്ങളിലൂടെയും സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ അതിശക്തമായി രംഗത്ത് വന്ന മമതാ ബാനർജി പരാജയപ്പെട്ടു. എന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വിധേയമാകുകയാണ്. SIR-ിലൂടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് 90 ലക്ഷത്തിലധികം ആളുകൾ വെട്ടിമാറ്റപ്പെട്ടു. അവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ പറയുന്നത് SIR-ിൽ നിന്ന് പേര് വെട്ടിമാറ്റപ്പെട്ട ആളുകൾക്ക് റേഷനരിയില്ല, ആധാരമില്ല, ജീവിക്കാൻ വഴിയില്ല എന്നാണ്. നിങ്ങൾ അത്തരം എന്ത് നിയമങ്ങൾ പാസാക്കിയാലും ഈ നാടിന്റെ മക്കളെ, രാജ്യത്തിന്റെ ജനവിഭാഗങ്ങളെ ഈ മണ്ണിൽ സംരക്ഷിക്കാൻ ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ അതിശക്തമായി രംഗത്തുണ്ടാകുക തന്നെ ചെയ്യുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.
വെസ്റ്റ് ബംഗാളിൽ എന്താ സംഭവിച്ചത്? കേരളത്തിൽ ഇന്ന് വരെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയ സാധാരണക്കാരായ അതിഥി തൊഴിലാളികളായ സഹോദരന്മാരുണ്ട്. അവരിൽ ചിലരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു. തിരിച്ചു വന്നപ്പോൾ ഒരു തൊഴിലാളിയോട് ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു വോട്ട്? അദ്ദേഹം പറയാണ്, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയി എന്നല്ലാതെ ഞങ്ങളുടെ വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. BJP-ക്കാർ ഭീഷണിപ്പെടുത്തി. ചെല്ലുന്നതിനനുസരിച്ച് അവർ ഇലക്ട്രൽ മെഷീൻ പ്രത്യേകമായി അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ അവർ വിജയിച്ചു. വീണ്ടും തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ച ഒരു മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിന്മാറുന്നു. ഭീഷണിപ്പെടുത്തലുകൾ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുൾഡോസർ വെസ്റ്റ് ബംഗാളിൽ ഉരുണ്ടുകൊടും തുടങ്ങിയിരിക്കുന്നു. ഏത് ബുൾഡോസർ? നാഗ്പൂരിലെ RSSന്റെ ആലയിൽ നിന്ന് ഊതിക്കാച്ചിയെടുത്ത ബുൾഡോസർ. 7.5 ലക്ഷത്തോളം വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ, ആദിവാസികളുടെ, ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പാർപ്പിടങ്ങളെ ഇടിച്ചു നിരത്തിയ ബുൾഡോസർ അത് ഉരുണ്ടു തുടങ്ങിയിരിക്കുന്നു. വെസ്റ്റ് ബംഗാളിൽ അതീവ ഗൗരവത്തോടെയാണ് ഈ സാഹചര്യത്തെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരിടത്തും BJP-യെ വിജയിപ്പിക്കാൻ വഴിയൊരുക്കരുത്. കേരളത്തിൽ BJP-യുടെ പരാജയം ഉറപ്പുവരുത്താൻ മതനിരപേക്ഷ കക്ഷികൾ വിശാല സ്വഭാവത്തിൽ വിട്ടുവീഴ്ച രാഷ്ട്രീയം സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. എങ്കിൽ മാത്രമേ നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ പൈതൃകത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് കേരള ജനതയോട് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നൽകുന്ന സന്ദേശം വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് നമ്മൾ വിലയിരുത്തുന്നത്. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തണം. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പുറന്തള്ളപ്പെടുന്ന കമ്മ്യൂണിറ്റികൾ ഏറി വരികയാണ്. നീതി നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളെ വിശാലമായി ചേർത്തുപിടിക്കുന്ന മുന്നേറ്റങ്ങൾ അനിവാര്യമായി ഉണ്ടായി വരണം. സംഘപരിവാറിന്റെ ഇരകളാക്കപ്പെട്ട ജനവിഭാഗങ്ങൾ അവരുടെ രാഷ്ട്രീയ ഉണർവുകളെ പിന്തുണക്കുന്ന വിശാല രാഷ്ട്രീയം രൂപപ്പെട്ടു വരണം. അത്തരം എല്ലാ ഉണർവുകളെയും തീവ്രവാദ ചാപ്പകുത്തി വേരോടെ പിഴുതെടുക്കാനാണ് CPM ശ്രമിച്ചത്. പക്ഷേ കേരളം അതിനെ സ്വീകരിച്ചില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയുടെ സന്ദേശം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിശക്തമായി വെൽഫെയർ പാർട്ടി ഇനിയും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കേരളത്തോട് നമുക്ക് പറയാനുള്ള കാര്യം. സാഹോദര്യത്തിന്റെ വിശാല രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയം മനുഷ്യർക്കിടയിൽ അകൽച്ച സൃഷ്ടിക്കുകയാണ്, ഭിന്നിപ്പ് സൃഷ്ടിക്കുകയാണ്, തമ്മിൽ തല്ലിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ വിശാലമായ സാഹോദര്യ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. വിവിധ ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയാഭിലാഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ വിശാല സ്വഭാവത്തിൽ രൂപപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആ മുന്നേറ്റത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുക്കും. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് കേരളം നൽകിയ വലിയ പിന്തുണയെ മനസ്സിലാക്കിക്കൊണ്ട്
ജനാഭിലാഷം പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് UDF ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ സാധിക്കണം. പിന്നിൽ നിന്ന് കുത്തുന്ന എല്ലാ ക്ഷുദ്രജീവികളെയും പിടിച്ചുകെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അവർ അധികാരത്തിന്റെ അരമനകളിൽ വന്നുകൊണ്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വിഭാഗീയ വിദ്വേഷ പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ നാടിന്റെ സൗഹൃദാന്തരീക്ഷത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ബഹുമാന്യരായ സമുദായ നേതാക്കന്മാരോട്, സംഘടനകളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ നാടിനെ തകർക്കാൻ നിങ്ങളുടെ നാവ് പ്രയോജനപ്പെടുത്തരുത്. അപകടകരമായ സ്വഭാവത്തിൽ ഭിന്നിപ്പിന്റെ വിഷവിത്ത് പാകി മുളപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് സൗഹൃദാന്തരീക്ഷത്തെയും ഈ നാടിന്റെ പാരസ്പര്യത്തെയുമായിരിക്കും തകർക്കുക. അത് കൊയ്തെടുക്കുക സംഘപരിവാറാണ്. അതിനുവേണ്ടിയവർ തക്കം പാർത്തിരിക്കുകയാണ്. ഓഫ്ലൈനിലും ഓൺലൈനിലുമൊക്കെ വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികളെ നിയമാനുസൃതമായി കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണം. കയറൂരി വിട്ടാൽ വിഷസർപ്പങ്ങൾ നാടിന്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തെ പരിക്കേൽപ്പിക്കുക തന്നെ ചെയ്യും. അവരുടെ വിഷഞ്ചീറ്റലുകൾക്ക് വഴിയൊരുക്കരുത്. അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ചില സംഘടനകളും വ്യക്തികളുമൊക്കെ കേരളത്തിൽ ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതീവ ഗൗരവത്തോടെ അവരുടെ പ്രവർത്തനങ്ങളെ കാണണം. BJPയും RSSും സൃഷ്ടിക്കുന്ന നരേറ്റീവുകൾക്കനുസരിച്ചോ ഈ മണ്ണിനെ തകർക്കുന്ന ശ്രമങ്ങൾ ആരും നടത്തരുത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം കേരളത്തിന്റെ മണ്ണിൽ BJPയുടെ വളർച്ച സമ്പൂർണമായി തടയുക. അവർ നേടിയ വിജയം പോലും ഇല്ലാതാക്കും വിധം ഈ മണ്ണിനെ മതനിരപേക്ഷതയുടെ നാടായി പരിവർത്തിപ്പിച്ചെടുക്കുക എന്നതാകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ വന്നു ചേർന്ന മുഴുവൻ സുഹൃത്തുക്കളെയും വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിനു വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് സൗഹാർദ്ദ കേരളത്തെ, സാഹോദര്യ കേരളത്തെ, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ മുന്നേറ്റങ്ങൾക്ക് വളക്കൂറുള്ള ഈ മണ്ണിനെ പൂർണ്ണമായ നന്മയിൽ കാത്തു സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിന് നിരന്തരമായി ഏറെ ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജയ് വെൽഫെയർ പാർട്ടി.